കുക്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു നൂഡിൽസ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, നൂഡിൽസോ ഇതിലെന്ത് ഇത്രമാത്രം സ്പെഷ്യൽ? എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാനും അറിയാം. 2 മിനിറ്റ്സ് നൂഡിൽസ് റെസിപ്പി. ഇതിലെന്ത് ഇത്ര കാര്യമായിട്ടുള്ളത്, എന്താ ഇത്ര വെറൈറ്റി ആയിട്ടുള്ളത്? ശരിയാണ്, ഇന്നത്തെ കാലത്ത് നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൻ്റെ പുറകെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ 30 രൂപയുടെ 60 രൂപയുടെ നൂഡിൽസിൻ്റെ പാക്കറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ പുറകിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന്. നമ്മൾ നമ്മുടെ നൂഡിൽസ് റെസിപ്പിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? വാ ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത് യിപ്പി നൂഡിൽസാണ്. അത് 30 രൂപയുടെ. സാധാരണയായിട്ട് നമ്മൾ 30 രൂപയുടെയൊക്കെ നൂഡിൽസ് വാങ്ങുമ്പോൾ അതിൽ 2 പീസാണ് നൂഡിൽസ് ഉണ്ടാവാറുള്ളത് അതിൻ്റെ പാക്കറ്റിൽ. അത് വെച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ട് കഴിച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കുന്നെങ്കിൽ നമ്മുടെ വേറെ അത്യാവശ്യം നിറയും. എന്നാൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് കഴിക്കുക, അത് നമുക്ക് പറ്റുമോ? ഇല്ല. നമുക്ക് അനിയത്തിമാരുണ്ടാവും, അനിയന്മാരുണ്ടാവും, നമ്മൾ അവരോട് ഷെയർ ചെയ്യും. അതിനുശേഷം എന്താ നിങ്ങളുടെ പാത്രത്തിൽ കാര്യമായിട്ടുണ്ടാവുമോ? അത് വെച്ച് നിങ്ങളുടെ വയറ് നിറയോ? ഇല്ല. അപ്പം അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ നൂഡിൽസ് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് വയറും മനസ്സും നിറച്ച് നൂഡിൽസ് കഴിക്കുക എന്നുള്ളതാണ്. അത് സ്പൈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള നൂഡിൽസ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഞാൻ പൊതുവേ സ്പൈസി ആയിട്ടുള്ള നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് എത്രമാത്രം സ്പൈസിയാണോ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ ഒരാളാണ്. അതും എനിക്ക് നൂഡിൽസ് കഴിക്കുമ്പോൾ അത് വയറ് നിറച്ച് കഴിക്കണം, മനസ്സ് നിറയണം, വയറ് നിറയണം. അപ്പോൾ ആരും ചോദിക്കാൻ വന്നാലോ അവർക്ക് കൊടുക്കുകയും വേണം, എന്നാലും പിന്നെ കഴിക്കാനുള്ളത് എൻ്റെ വയറ് നിറയണം. നമ്മൾ കോംപ്രമൈസിന് വയറല്ല. അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന നൂഡിൽസിൽ മിനിമം 4 പേർക്ക് എങ്ങനെ വയറ് നിറച്ച് നൂഡിൽസ് കഴിക്കുക എന്നുള്ളതാണ്. അതും 30 രൂപയുടെ യിപ്പി നൂഡിൽസ് വെച്ചിട്ട്. ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകാറുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ ചിലവ് വരുന്നത് 30 രൂപ മാത്രമാണ്, അതും നൂഡിൽസ് വാങ്ങാൻ മാത്രം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവോളയുടെ എണ്ണം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. പിന്നെ 2 തക്കാളി, അത് നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെക്കാം. പിന്നെ നമുക്ക് പച്ചമുളകാണ് വേണ്ടത്. അത് നമുക്ക് അതിൻ്റെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഞാനൊരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് അരിഞ്ഞു വെക്കാം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം ചെറുതായിട്ട് ചതച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം, ഒരു പാത്രം വെക്കാം, എണ്ണ ഒഴിക്കാം, കടുകിടുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ച് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അത് നമുക്ക് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഒരു നുള്ളി ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മൂടി വയ്ക്കുക, ശ്രദ്ധിക്കുക, മൂടി വെച്ചൊന്ന് വാട്ടിയെടുക്കാം. സവോള നന്നായിട്ട് ഇളക്കി കൊടുത്ത് വാടി വരുമ്പോൾ നമുക്കിനി തക്കാളി അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം, അത് കരിഞ്ഞു പോകാതെ. എന്നിട്ട് നമുക്ക് അതൊന്ന് പകുതി വെന്തെടുക്കാം. അതൊന്ന് പകുതി വെന്ത് പാകമായി കഴിയുമ്പോൾ നമുക്കിനി ക്യാബേജ് ആഡ് ചെയ്യാം. നമ്മൾ ക്യാബേജ് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്ന ക്യാബേജിന് വേവ് കുറവ് മതിയോ കൊണ്ടാണ്. ക്യാബേജ് ഒത്തിരി വെന്ത് പോയാൽ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു മീഡിയം വെന്തിരിക്കുന്നതാണ് നല്ലത്. ക്യാബേജ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ഈ തയ്യാറാക്കിയതിന് വേണ്ടിയുള്ള ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി. മാഗിയോ യിപ്പി ഏതാണ് നമ്മൾ എടുക്കുന്നത് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ആഡഡ് ആണ്, അതുകൊണ്ട് ഇതിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് മാഗിയോ യിപ്പിയോ ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ച് മൂടി എടുക്കാം.
എന്നിട്ട് നമുക്കിനി അത് നന്നായിട്ട് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി മൂടി വെക്കാം. നമുക്കതൊന്ന് തിളച്ചെടുക്കണം. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പി ആഡ് ചെയ്യാം. നൂഡിൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂടി വെക്കാം. ആവശ്യത്തിന് വെന്ത് കഴിയുമ്പം നമുക്ക് കുറച്ച് സോസും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഒന്നും കൂടി മൂടി വെക്കാം. 10 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വെജിയായിട്ട് നമ്മൾ ക്യാബേജ് ആഡ് ചെയ്യുന്ന പോലെ ക്യാരറ്റും ബീൻസും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ക്യാബേജ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് രണ്ടും ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ നമ്മുടെ നൂഡിൽസ് തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു സ്മെല്ലിന് നല്ലൊരു ടേസ്റ്റും നല്ലതാണ്. അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെസിപ്പി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.